കേരള പൂരക്കളി അക്കാദമിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. 2 വർഷമായി സർക്കാർ സഹായം കിട്ടാതായതോടെയാണ് അക്കാദമിക് ഭരണസമിതിയും ഓഫീസും ഉണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ KC ജോസഫ് സാംസ്കാരിക മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരള നാടൻ കലാ അക്കാദമിയുടെ കീഴിൽ പൂരക്കളി അക്കാദമി വന്നത്. പൂരക്കളി, മറുത്തുകളി കലാകാരന്മാർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുക, പൂരക്കളിയില്ലാത്ത മേഖലകളിൽ കലയെ പരിചയപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു ലക്ഷ്യം. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് AK ബാലൻ സാംസ്കാരിക മന്ത്രിയായിരിക്കുമ്പോൾ കേരള പൂരക്കളി അക്കാദമിയെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാക്കുകയും 58 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. അക്കാലത്തുള്ള ഭരണസമിതിക്ക് പല പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞു. കേരളത്തിലുടനീളം 105 കേന്ദ്രങ്ങളിൽ പൂരക്കളിയും 45 കേന്ദ്രങ്ങളിൽ മറുത്തുകളിയും 12 സെമിനാറുകളും അവതരിപ്പിച്ചിരുന്നു. പൂരക്കളി, മറുത്തുകളി കലാകാരന്മാർക്ക് പുരസ്കാരങ്ങളും നൽകി. പൂരക്കളി അക്കാദമിക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നതിന് MLA ആയിരുന്ന C കൃഷ്ണൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിരുന്നു. വെള്ളൂർ, കുടക്കത്ത്, കൊട്ടണശ്ശേരി ദേവസ്വം സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 2ാം പിണറായി സർക്കാർ പുതിയ ഭരണസമിതിയെ നിയമിച്ചെങ്കിലും പിന്നീട് സഹായമൊന്നും നൽകിയില്ല. പയ്യന്നൂർ നഗരസഭയുടെ കെട്ടിടത്തിൽ ഓഫീസ് ഉണ്ടെങ്കിലും ജീവനക്കാരില്ലാത്തതുമൂലം സ്ഥിരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം ഭരണസമിതി അംഗങ്ങൾക്ക് സ്വന്തം കയ്യിൽ നിന്നെടുക്കേണ്ടി വരുന്നു. പൂരക്കളി, മറുത്തുകളി കലാകാരന്മാർക്ക് നൽകുന്ന അവാർഡിന് അപേക്ഷ സ്വീകരിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം 2 വർഷമായി പുരസ്കാരം നൽകിയിട്ടില്ല.